ചേച്ചി അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? അച്ഛനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്യാനോടാ, എന്നാലേ അറിയാൻ പറ്റുള്ളൂ എന്താണെന്നൊക്കെ. വേണ്ട, ആരും ചെക്കപ്പിനൊന്നും കൊണ്ടുപോണ്ട. എന്തോ ചെയ്യണമെന്ന് എനിക്കറിയാം. അമ്മ എന്തോന്നമ്മ വഴക്കൂടാൻ വേണ്ടി മാത്രമാണോ പറഞ്ഞേ? നീയോ ഇവളോ ഇന്നലെ അങ്ങോട്ട് വിളിച്ചായിരുന്നോ? ചേച്ചി വിളിച്ചായിരുന്നല്ലോ. ഞാൻ വിളിച്ചില്ല. നീ വിളിച്ചില്ലേ? ഞാൻ വിളിച്ചില്ല. ഞാൻ വിചാരിച്ചു ചേച്ചി വിളിച്ചായിരിക്കും. അതുകൊള്ളാം, നീ വിളിച്ചായിരിക്കും ഞാൻ വിളിക്കാണ്ടിരുന്നേ. നിർത്തിയേ. മെനിഞ്ഞാന്ന് നീ വിളിച്ചായിരുന്നോ? മിനിഞ്ഞാന്ന് പിന്നെ അവൻ വിളിച്ചിട്ടുണ്ടാവുന്ന ഞാൻ വിളിച്ചില്ല. ഞാൻ വിളിച്ചില്ല. മെനിഞ്ഞാന്ന് ചേച്ചി വിളിച്ചില്ലായിരുന്നു. ആ, നിങ്ങൾ രണ്ടുപേരൂടെ അങ്ങോട്ട് വിളിച്ചോ ഇങ്ങോട്ട് വിളിച്ചോ എന്നും പറഞ്ഞോണ്ട് ചോദിച്ചോണ്ടിരുന്നാ മതി. അവിടെ ആർക്കെങ്കിലും വയ്യാതെ വന്നാലേ എടാ ആരെങ്കിലും ഉണ്ടോടാ ഒന്ന് നോക്കാനേ? അല്ല, നിനക്ക് വിളിച്ചൂടെ? പിള്ളേർക്ക് വേറെ ജോലിയുണ്ട്. നീ വിളിച്ചോ? ഇല്ല, എനിക്ക് അവിടെ ജോലിയൊന്നുമില്ല. ഞാൻ ഈ വയ്യാത്ത കാലം വെച്ചോണ്ടേ അടുക്കളയിൽ കിടന്നുകൊണ്ട് ഇക്ഷ എണ്ണ എത്ര വരച്ചോണ്ടിരിക്കുവാ. അമ്മ ഇക്ഷ എണ്ണ ഇത്രയല്ല, ഇത്രയും ഉണ്ട്. നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പോലും എന്റെ വായിന്നൊന്നും കേക്കല്ലേ കേട്ടാ. പ്രശ്നമൊന്നും ഇല്ലല്ലോ. അമ്മൂമ്മ ആദ്യം എന്തെങ്കിലും കഴിക്കും. അതന്നെ, നമുക്ക് ചായ കൊടുത്താരെങ്കിലും. അമ്മ ദോശ ഉണ്ടാക്കി തരട്ടെ? ദോശ അല്ലാതെ വേറെ എന്തെങ്കിലും കഴിക്കാൻ വേണമെങ്കിൽ അമ്മ പറ, ഇപ്പൊ ഉണ്ടാക്കി തരാം. അമ്മ പറയാം അമ്മ. അയ്യോ, എനിക്ക് വേണ്ടി ആരും ഒന്നും ഉണ്ടാക്കണ്ട. അമ്മ എന്തോ നമ്മ ഈ പറയണേ. ഒന്നാമത് ഈ വീട്ടില് ഒരു ജാതകൾ ആൾക്കാരുണ്ട്. എല്ലാരെയും കൂടി ഞാൻ ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അത് നമ്മളിവിടെ നിൽക്കണമുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പറഞ്ഞാണ്. പോവാ. എന്തോന്നാ നിനക്ക് വല്ലാത്ത സോദന ഏട്ടാ. പറഞ്ഞോളൂ, ഇതെന്തോന്ന് ഈ അടുക്കളയിൽ എന്താണെന്ന്? എത്ര പേരാണ്? ഒന്ന് പോയാ എല്ലാരും കൂടെ ഒന്ന്. അതന്നെ പിള്ളേരേടാ, ആദ്യം നീ ഇറങ്ങ്. ഓഹോ, അപ്പൊ അങ്ങനെയായി. ബാക്കിയുള്ളവരും കൂടെ അങ്ങ് പോയി. എന്തിനു ഇവിടെ അയക്കുന്നത്? പോയി പോവട്ടെ. ഭവാനി, നീ എന്ന് പോണെന്ന്? ഞാൻ പൊക്കോളാം. ശങ്കരൻ എങ്ങനെ അവിടെ വന്ന് പെട്ടത്? മോളങ്ങ് ആഴെ നാട് വന്ന് അവളെ തിരിച്ചു കൊണ്ടാക്കാൻ ചാറ്റുവാണ്. ഇനി അണ്ണനെ കൊണ്ടാക്കാൻ ആരെങ്കിലും കൂടെ പറയേണ്ടി വരുമോ? ഞാൻ പോന്നു. ഞാൻ പറയേണ്ട കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. അതാ നല്ലത്. അച്ഛൻ ഇപ്പൊ കൃഷിഭവനിൽ നിന്ന് വീട്ടിൽ വന്നിട്ടുണ്ടാവും. അല്ല, അമ്മ പോകാൻ വേണ്ടി പറഞ്ഞല്ല, അച്ഛൻ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് അമ്മ അച്ഛൻ്റെ അടുത്തേക്ക് പോണമല്ലോ എന്ന് വെച്ച് പറഞ്ഞതാ. ഓ, ഞാൻ പൊക്കോളാവേ. നിങ്ങൾ ചേച്ചി അനിയനും കൂടെ സന്തോഷമായിട്ടങ്ങ് ഇരുന്നാ മതി. ഓഹോ, അതായ കുഴപ്പം. അതല്ല ശങ്കര, വല്ലപ്പോഴും ഒന്ന് വിളിക്കണ്ടായോ? മാസത്തിൽ 3-4 തവണ അവിടെ വന്നോണ്ടിരുന്നതാ. ഇപ്പൊ അനിയൻ വന്നതിന് ശേഷം അങ്ങോട്ടൊരു വരവും ഇല്ല, വിളിയില്ല, പറയില്ല. അമ്മ പറഞ്ഞത് സത്യം തന്നെയാണ്, അല്ലാന്ന് ഞാൻ പറയണില്ല. പക്ഷെ അമ്മയ്ക്ക് എന്റെ അവസ്ഥ അറിയാൻ മേലാത്തോണ്ട് ഇങ്ങനെ പറയണേ. അമ്മ ഇപ്പൊ ഓഫീസിലേ മുമ്പായതേ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അവരെന്നെ പിടിച്ച് മാനേജറും കൂടെ ആക്കി. ഒട്ടും സമയം കിട്ടില്ലായിരുന്നേ. ചേച്ചി എത്ര തവണ പറഞ്ഞാണ് അച്ഛൻ അമ്മ എടുത്ത് ഇവിടെ നിൽക്കാൻ വേണ്ടിട്ട്? നിൽക്കണില്ലല്ലോ. നമുക്ക് എന്തോന്ന് ചെയ്യാൻ പറ്റും? പിന്നെ അവിടെ ആ കൃഷിയും കാര്യങ്ങളും വസ്തുവും വകയും വീടും എല്ലാം കളഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കാം, ഇല്ലയോ? ആളുണ്ടെങ്കിലേ വീടും പുരയുടെയും കൊണ്ട് കാര്യമുള്ളൂ. പരമ്പരാഗതമായിട്ട് കിട്ടിയതാ, നഷ്ടപ്പെടുത്താനേ എളുപ്പമാ. ചിലരൊക്കെ ഞങ്ങളുടെ കാലം കഴിയാൻ നോക്കിയിരിക്കുവാ എല്ലാം വിറ്റ് തൊലയ്ക്കാനായിട്ട്. ഇനി ഇവിടെ ഒന്നും ശരിയാവത്തില്ല. ഞാൻ പോവാ. അതുമല്ല അമ്മ എന്ത് വർത്താനം പറഞ്ഞിട്ട് പോയത്? നിങ്ങൾ കാറ്റ് വീശുന്നിടത്തൊന്നും വേലയിട്ടാ നിൽക്കരുത്. ഭവാനി 4 ചുറ്റും വീശുന്ന കാറ്റാണ്. വെറുതെ വേലയിട്ടിട്ട് കാര്യമില്ല.